എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്ന കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നു. വിശദമായ വാർത്തയിൽ തന്നെ അടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിൽ തന്നെ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്ന കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം. APC and internal mark respect second semester Bachelor of Physical Education and Sports Integrated Regular Examination April 2023 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ APC അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 21 മുതൽ 23 വരെയും ഇന്റേണൽ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് ഒക്ടോബർ മാസം 28 മുതൽ നവംബർ മാസം 5 വരെയുമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം. തേർഡ് സെമസ്റ്റർ BArch 2022 സ്കീം 2024 അഡ്മിഷൻ റെഗുലർ എക്സാമിനേഷൻ ഏപ്രിൽ 2025 APC അപ്ലോഡ് ചെയ്യുന്നതിനുള്ള വിജ്ഞാപനം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. www.uoc.ac.in പ്രസിദ്ധീകരിച്ചു. APC അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 21 മുതൽ 23 വരെയും ഇന്റേണൽ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 30 മുതൽ നവംബർ 10 വരെയുമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം. APC ഇന്റേണൽ മാർക്ക് റെസ്പെക്ട് ഓഫ് APC ആൻഡ് ഇന്റേണൽ മാർക്ക് തേർഡ് സെമസ്റ്റർ BEd ഇൻ്റഗ്രേറ്റഡ് റെഗുലർ എക്സാമിനേഷൻ ഏപ്രിൽ 2022 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ APC അപ്ലോഡ് ചെയ്യുന്നത് ഒക്ടോബർ മാസം 22 മുതൽ 24 വരെയും ഇന്റേണൽ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് നവംബർ മാസം 3 മുതൽ നവംബർ മാസം 13 വരെയുമാണെന്ന് ശ്രദ്ധയപ്പെടുത്തുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കാം. ഒന്നാം സെമസ്റ്റർ MPEd നവംബർ 2024 അഡ്മിഷൻ പരീക്ഷകളുടെ പുനർമൂല്യനിർണ്ണയ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയ ഫലം യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.uoc.ac.in എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്കിൽ ലഭ്യമാണ്. ഉത്തരക്കടലാസ് തിരിച്ചറിയുന്നതിനായി അപേക്ഷകർ ഫലം പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം EPRRV സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഭ്യർത്ഥനയും സ്വീകരിക്കില്ല. അപേക്ഷകർ അസൽ ചെയ്ത ഗ്രേഡ് കാർഡ് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നെടുത്ത് പുനർമൂല്യനിർണ്ണയ ഫലത്തിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്നിവ 6 മാസത്തിനകം EPR വിഭാഗത്തിൽ ഹാജരായി മാർക്ക് ഗ്രേഡ് കാർഡ് എന്നിവയിൽ മാറ്റം വരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം തുടർന്നുള്ള ഓരോ വിഷയത്തിനും നിശ്ചിത പിഴ ഈടാക്കും. അടുത്ത കുറച്ച് പരീക്ഷകളുടെ റിസൾട്ട് ഉണ്ട് നമുക്ക് നോക്കാം. റീവാലുവേഷൻ റിസൾട്ട് ഓഫ് ഫസ്റ്റ് സെമസ്റ്റർ മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ 11/2024 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ റിസൾട്ട് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. 8th സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് PG റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഏപ്രിൽ 2025 2021-22 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പുതിയ കാണുന്നൊരു മൈ നെയിം ഈസ് കൃത ഫൗണ്ടർ സ്ക്രൈബ് ഫോർ ദ ഗൈഡ് ആൻഡ് ടീം ഫോർ വാച്ചിങ് ബൈ.